ലോകത്തിലെ ഏറ്റവും വിചിത്രവും അത്ഭുതപ്പെടുത്തുന്നതുമായ പക്ഷികളെ പരിചയപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മൾ ദിവസവും കാണുന്ന കാക്കയും കുരുവിയും ഒന്നുമല്ല ഇവന്മാർ. കണ്ടാൽ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ തോന്നുന്ന പക്ഷികൾ മുതൽ വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നവരും പേടിപ്പെടുത്തുന്ന രൂപമുള്ളവരും വരെ ഈ കൂട്ടത്തിലുണ്ട്. പ്രകൃതിയുടെ വിസ്മയങ്ങളായ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ പക്ഷികളെ കുറിച്ച് നമുക്ക് നോക്കാം. സൂപ്പർ ബേർഡ് ഓഫ് പാരഡൈസ് എന്ന പക്ഷിക്ക് ഈ പേര് വരാൻ കാരണം ഇതിനെ കാണാൻ വളരെ മനോഹരമാണ് എന്നതുകൊണ്ടാണ്. സാധാരണയായി ഈ പക്ഷി പൂർണ്ണമായും കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ കഴുത്തിന് താഴെ തിളങ്ങുന്ന നീല നിറമുണ്ട്. എന്നാൽ ഈ പക്ഷി നൃത്തം ചെയ്യുമ്പോൾ അതിന്റെ കഴുത്തത്തെ നീല ഭാഗം പൂർണ്ണമായും വിടർത്തുകയും അത് കാണാൻ വളരെ മനോഹരമായിരിക്കുകയും ചെയ്യും. ഈ ഇനത്തിലെ ആൺപക്ഷികൾക്ക് പെൺപക്ഷികളെ ആകർഷിക്കാൻ തങ്ങളുടെ ചിറകുകൾ വിടർത്തി സ്വയം നൃത്തം ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ഈ ഇനത്തിലെ ആൺപക്ഷികളും പെൺപക്ഷികളും കാണാൻ തികച്ചും വ്യത്യസ്തരാണ്. എന്നാൽ ഇതിലെ ആൺപക്ഷികളാണ് കൂടുതൽ ആകർഷകമായിട്ടുള്ളത്. ന്യൂഗിനിയിൽ കാണപ്പെടുന്ന ഈ പക്ഷികളുടെ എണ്ണം വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇവയെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ദി ഗ്രേറ്റ് സേജ് ഗ്രൗസ് കാണാൻ അല്പം വിചിത്രമായി തോന്നുമെങ്കിലും ഇത് അപൂർവ ഇനങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഈ പക്ഷി നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ പക്ഷിയാണ്. ഇതിനെ ഗ്രാസ് ബേർഡ് എന്നും വിളിക്കാറുണ്ട്. ഒരു ഗ്രേറ്റർ സേജ് ഗ്രൗസിന്റെ നഖങ്ങൾ മുതൽ ചിറകുകൾ വരെ എല്ലാം കൂർത്തതാണ്. ഇളം തവിട്ടും കറുപ്പും നിറമുള്ള ഈ പക്ഷിയുടെ മുൻഭാഗം മറ്റു പക്ഷികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. 2000 വർഷം വരെ ഗ്രേറ്റ് സേജ് ഗ്രൗസിന് ഗ്രാസ് ബേർഡ് തന്നെയാണ് വിളിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം ഇവയുടെ ഒരു പ്രത്യേക ഇനം തിരിച്ചറിയപ്പെടുകയും അതിന് ദി ഗ്രേറ്റ് സേജ് ഗ്രൗസ് എന്ന് പേരിടുകയും ചെയ്തു. ഈ വലിയ പക്ഷിയെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് നോർത്ത് അമേരിക്കയിൽ മാത്രമാണ് സാധ്യമാകുന്നത്. ഈ പക്ഷിയെ കണ്ട് തിരികെ വരുമ്പോൾ നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ അത് താഴെ കമന്റ് തീർച്ചയായും ചെയ്യുക. ക്രിസ്മസ് സൈലന്റ് ഫ്രിഗറ്റ് ബേർഡിനെ കാണാൻ വലിയ പ്രത്യേകതയൊന്നും തോന്നില്ലെങ്കിലും അപൂർവ പക്ഷികളുടെ പട്ടികയിൽ ഇവ തീർച്ചയായും വരുന്നുണ്ട്. കറുപ്പും തവിട്ടും നിറത്തിലാണ് ഈ പ്രത്യേകതരം പക്ഷികൾ കാണപ്പെടുന്നത്. ഇതുകൂടാതെ ആൺപക്ഷികളുടെ കഴുത്തിൽ ഒരു ചുവന്ന സഞ്ചി പോലെയുള്ള ഭാഗമുണ്ട്. എന്നാൽ പെൺപക്ഷികളുടെ മുൻഭാഗം വെളുത്ത നിറത്തിലാണ്. ആൺപക്ഷികൾ പെൺപക്ഷികളെ ആകർഷിക്കാൻ തങ്ങളുടെ ഈ ചുവന്ന നിറത്തിലുള്ള ഭാഗം പൂർണ്ണമായും വീർപ്പിച്ചു നിർത്തുന്നു. എന്നാൽ ഇവ ഇരപിടിക്കാൻ തങ്ങളുടെ വലിയ ചുണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ ഭാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവ 1.5 കിലോ വരെ തൂക്കമുള്ളതായിരിക്കും. വലുപ്പം ഏകദേശം 45 ഇഞ്ച് വരെയാണ്. ഈ ഇനം പക്ഷികളിൽ പെൺപക്ഷികൾ ആൺപക്ഷിയേക്കാൾ അല്പം വലുതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയും ഖനനവും കാരണം ക്രിസ്മസ് ഐലൻഡ് ഫ്രിഗറ്റ് പക്ഷികളുടെ എണ്ണം വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ അവസ്ഥ തുടർന്നാൽ ഈ ഇനം ഉടൻ തന്നെ വംശനാശം സംഭവിച്ചേക്കാം. ഇതാണ് കാക്കാപ്പോ. കാക്കാപ്പോ എന്ന പേരുള്ള ഈ പക്ഷിയെ മൂങ്ങത്തത്ത എന്നും വിളിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് എന്ന് ഒരു പക്ഷേ ഇതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മൂങ്ങയെ പോലുള്ള മുഖവും എന്നാൽ തത്തയെ പോലെ പച്ച നിറമുള്ള ഒരു പക്ഷിയാണിത്. ന്യൂസിലാൻഡിലെ നിബിഡ വനങ്ങളിൽ കാണപ്പെടുന്ന ഈ പക്ഷി തത്തകളുടെ വർഗത്തിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ പക്ഷികളായി കണക്കാക്കപ്പെടുന്നു. ഇവയുടെ നീളം ഏകദേശം 22 മുതൽ 25 ഇഞ്ച് വരെയാണ്. കാക്കാപ്പോയുടെ പ്രത്യേകത എന്തെന്നാൽ ഈ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. പകരം ഇത് തുള്ളിച്ചാടിയാണ് നടക്കുന്നത്. ഇതിനാൽ തന്നെ ഇവ മിക്കപ്പോഴും വേട്ടക്കാരന്മാരുടെ ഇരയായി മാറുന്നു. ഈ പക്ഷിയുടെ തുള്ളിച്ചാടിയുള്ള നടത്തം തന്നെയാണ് ഇവയുടെ എണ്ണം വെറും 211 ചുരുങ്ങാൻ കാരണം. ന്യൂസിലൻഡിലെ സർക്കാർ ഈ പക്ഷികളെ സംരക്ഷിക്കുന്നതിനായി നിരവധി പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും ഈ പക്ഷിയെ ഏറെ സഹായിക്കുന്നു. അവിടുത്തെ ആളുകൾക്ക് പരിക്കേറ്റ ഏതെങ്കിലും കാക്കപ്പോയെ കണ്ടാൽ അവർ അതിന് ചികിത്സ നൽകുകയും ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്യുന്നു. ജുനിൻ ഗ്രീബ് എന്ന പക്ഷിയെ തുക്ക് എന്നും വിളിക്കാറുണ്ട്. കറുപ്പും വെളുപ്പും നിറത്തോടൊപ്പം ചുവന്ന കണ്ണുകളുള്ള ഈ പക്ഷിയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഈ പക്ഷിയെ കാണാൻ സാധിക്കുക എന്നത് വളരെ അപൂർവമാണ്. ഈ പക്ഷിയെ കാണുന്നത് എത്രത്തോളം അപൂർവമാണെന്നാൽ നിങ്ങൾക്കിതിന്റെ ജനസംഖ്യയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിന്റെ എണ്ണം ഇപ്പോൾ 250 താഴെ മാത്രമാണ്. മധ്യ പെറുവിലെ ജുനിൻ തടാകത്തിൽ കൂട്ടമായി കാണപ്പെടുന്ന ഈ ജുനിൻ ഗ്രീബ് തടാകങ്ങളിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കടൽ തീരങ്ങളിൽ ഇവയെ കുറച്ചേ കാണാറുള്ളൂ. അപൂർവ ഇനത്തിൽപ്പെട്ട ഈ ജുനിൻ ഗ്രീബിനെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ജുനിൻ തടാകത്തിൽ സർക്കാർ പ്രത്യേകമായി പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ അപൂർവ ഇനം പക്ഷികളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഈ തടാകത്തിൽ വേട്ടയാടുന്നതിനും മീൻ പിടിക്കുന്നതിനും നിരോധനമുണ്ട്. വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ രസകരമായ വീഡിയോകളാണ് തുടർച്ചയായും അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പക്ഷിയെ പരിചയപ്പെടാം. ഓറഞ്ച് ബെല്ലീഡ് പാരറ്റ്. ഓറഞ്ച് ബെല്ലീഡ്
ബെല്ലീഡ് പാരറ്റ് ഭൂമിയിലെ തന്നെ ഏറ്റവും അപൂർവമായ പക്ഷികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നീല, പച്ച, ഓറഞ്ച് നിറങ്ങളിലുള്ള ഈ തത്തകളെ ഓറഞ്ച് ബെല്ലീഡ് എന്ന് വിളിക്കാൻ കാരണം ഇവയുടെ വയറ്റിന്റെ ഭാഗത്ത് ഓറഞ്ച് നിറമുള്ളത് കൊണ്ടാണ്. ഈ പ്രത്യേക തത്തയുടെ നീളം ഏകദേശം 20 സെന്റിമീറ്റർ വരെയാണ്. ഈ ഓറഞ്ച് ബെല്ലീഡ് പാരറ്റുകൾ മറ്റ് തത്തകളോട് സംസാരിക്കാൻ ഒരു തരം ബസ്സിംഗ് സൗണ്ട് ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. കൂടുതലായും തസ്മാനിയയിൽ കാണപ്പെടുന്ന ഈ പക്ഷി തണുപ്പുകാലത്ത് തെക്ക് കിഴക്കൻ ഓസ്ട്രേലിയയിലാണ് സമയം ചെലവഴിക്കുന്നത്. ഈ പക്ഷി നിലവിൽ ഇത്രത്തോളം അപകടത്തിലാണെന്നാൽ IUCN ഈ പക്ഷിയെ തങ്ങളുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർണ്ണാഭമായ തത്തയെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കിങ്സ് ഐലൻഡ്, ലിക്വിഡ് യൂറേയ വിക്ടോറിയ, മഡ് ഐലൻഡ് എന്നിവിടങ്ങളിൽ ഇതിന്റെ അപൂർവ ദർശനം ലഭിച്ചേക്കാം. ഈ മനോഹരമായ നീലപക്ഷിയുടെ പേര് വിക്ടോറിയ ക്രൗൺഡ് പ്രീജിയൻ എന്ന് വരാനുള്ള കാരണം വിക്ടോറിയ രാജ്ഞിയുടെ തലയിലുള്ള കിരീടം പോലെ ഇതിന്റെ തലയിലും വളരെ മനോഹരമായ ഒരു കിരീടം ഉള്ളതിനാലാണ്. പ്രാവുകളുടെ വർഗത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായി കാണപ്പെടുന്ന പക്ഷിയാണിത്. അതിനാൽ ഇതിനെ കിങ് ഓഫ് പീജിയൻസ് എന്നും വിളിക്കുന്നു. നീലയും ഇളം തവിട്ട് നിറമുള്ള ഈ പ്രാവിന്റെ കണ്ണുകൾ ചുവന്നതാണ്. ഈ കണ്ണുകൾ അതിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ചിറകുകളിൽ വ്യത്യസ്ത നിറങ്ങളുണ്ട്. ഇത് മറ്റു പക്ഷികളിൽ നിന്ന് ഇതിനെ തികച്ചും വ്യത്യസ്തമാക്കുന്നു. ഈ പക്ഷി കൂടുതലായും ന്യൂഗിനിയയിലെയും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഈ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ പ്രത്യേക ക്രൗൺഡ് പീജിയനെ എളുപ്പത്തിൽ കാണാൻ കഴിയും. പക്ഷികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ നമ്മൾ എങ്ങനെ മറക്കും? അത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പക്ഷികളിൽ ഒന്നാണ്. ഇതിന്റെ ഭംഗിയുള്ള പീലിയുടെ ആവശ്യകത കാരണം ഇവയുടെ എണ്ണം ഇപ്പോൾ പതുക്കെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. നിങ്ങൾ മയിലിനെ പലപ്പോഴും നീല നിറത്തിലാണ് കണ്ടിട്ടുണ്ടാകുക. എന്നാൽ വെളുപ്പും പച്ചയും നിറത്തിലുള്ള മയിലുകളുണ്ട്. അവയെ കാണാൻ വളരെ മനോഹരമാണ്. പച്ച നിറത്തിലുള്ള മയിലുകൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. ഇതിനെ കാണാൻ പൂർണ്ണമായും പച്ച നിറത്തിലായിരിക്കും. വളരെ മനോഹരമായി തോന്നും ഇവ. എത്ര അത്ഭുതകരമാണ് അല്ലേ ഈ ഗ്രീൻ പീകോക്ക്? നിങ്ങൾക്ക് ഈ മയിലിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ തീർച്ചയായും കമന്റ് ചെയ്ത് ഇത് അറിയിക്കുക. ലോകത്തിലെ ഏറ്റവും സവിശേഷമായ പക്ഷികളുടെ പട്ടികയിൽ സെക്രട്ടറി ബേർഡിന്റെ പേര് വരുന്നത് വളരെ പ്രധാനമാണ്. കാരണം അതിന്റെ പേര് പോലെ തന്നെ ഈ പക്ഷിയെ കാണാനും അല്പം വ്യത്യസ്തമാണ്. സെക്രട്ടറി ബേർഡിനെ കില്ലർ കെവിൻ എന്നും വിളിക്കാറുണ്ട്. കാരണം ഇതിന് കിങ് കോബ്രയെ പോലും തോൽപ്പിക്കാൻ കഴിയും. എന്നാൽ ഈ പക്ഷിയെ ശ്രദ്ധിച്ചു നോക്കിയാൽ സെക്രട്ടറി ബേർഡിന്റെ പകുതി ശരീരം ഒരു പരുന്തിനെ പോലെയും ബാക്കി പകുതി ശരീരം ഒരു കൊക്കിനെ പോലെയും കാണപ്പെടുന്നു. ഇവയുടെ ശരീരം തവിട്ട് നിറത്തിലാണ് ഉള്ളത്. ചിറകുകൾ കറുപ്പും വെളുപ്പും നിറങ്ങളിലാണ്. എല്ലാ പക്ഷികളിലും വെച്ച് ഈ പക്ഷിയുടെ കാലുകൾ ഏറ്റവും നീളമുള്ളതും അതോടൊപ്പം വിചിത്രവുമാണ്. ഇവയുടെ കാലുകൾ കണ്ടാൽ നീളമുള്ള കറുത്ത സോക്സ് ധരിച്ചിരിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഇവ നടക്കുമ്പോൾ ഏതെങ്കിലും മോഡൽ ഫുൾ ആറ്റിറ്റ്യൂഡിൽ നടന്നു വരുന്നത് പോലെ തോന്നും. അപ്പോൾ ഇന്ന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ പക്ഷികളെ കണ്ടു. എന്നാൽ ഈ പക്ഷികളിൽ ഏത് പക്ഷിയാണ് നിങ്ങൾക്ക് ഏറ്റവും മനോഹരവും സവിശേഷവുമായി തോന്നിയത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ അവസാനം വരെ കണ്ടതിൽ വളരെ വളരെ നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനൊരു ലൈക്ക് ചെയ്യുക. ചാനലിന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലത്തെ രസകരമായ വീഡിയോ ഇനി വീണ്ടും കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.